ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യൻ സഞ്ജീവ് ഗോപാലകൃഷ്ണൻ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യൻ സഞ്ജീവ് ഗോപാലകൃഷ്ണൻ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യവും ആരോഗ്യപരമായ ഗുണഫലങ്ങളും സഞ്ജീവ് ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു. ശരീരവും ശ്വാസവും, അതായത് ശ്വാസത്തെയും ശരീരത്തെയും ശരിയായി ശ്രദ്ധിക്കുക വഴി മനസ്സിന്റെ ആ അവസ്ഥയിലേക്ക് യഥാർത്ഥ എന്താണോ നമുക്ക് മനസ്സിലേക്കുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് യോഗാചാര്യന്മാർ പറയുന്നത്. നോക്കൂ, യോഗ ഇന്ന് ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞു, ലോകം മുഴുവൻ ഇന്ന് യോഗയുടെ ഏറ്റവും വലിയ പ്രസക്തിയുള്ള കാലമാണ്. ബഹുമാന്യനായ ആചാര്യനായിട്ടുള്ള ഏറ്റവും ആരാധ്യനായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിജി, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ആദ്യത്തെ സർക്കാർ കയറി രണ്ടാമത്തെ വർഷത്തിൽ തന്നെ യോഗ ഇന്റർനാഷണൽ തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടാനായിട്ട് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ യോഗ ഡേ ആയിട്ട് ഒരു ദിവസത്തെ പ്രഖ്യാപിച്ചത്. അതാണ് ജൂൺ 21. നമ്മൾ പത്രത്തിലൊക്കെ അന്ന് കാണുന്നുണ്ടായിരുന്നു, വലിയ വാർത്തയായിരുന്നു. നോക്കൂ, ഈ യോഗയുടെ ഉത്ഭവം എവിടെയാണ്? ഭാരതത്തിലാണ്. ഭാരതത്തിൽ നിന്നുള്ള ഒരു വലിയ ഒരു സംഭവം ലോകത്തിലാകമാനം സ്പ്രെഡ് ചെയ്ത് ലോകത്തിലെല്ലാവരിലെയും സമാധാനവും സന്തോഷവും എത്തിക്കാനുള്ള ആ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകണമെങ്കിൽ യോഗയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ചില ഡോക്ടേഴ്സ് നമ്മൾ അസുഖമായിട്ട് നമ്മുടെ പേരൻസൊക്കെ ചെല്ലുമ്പോൾ പറയും, എത്രയും പെട്ടെന്ന് പോയി യോഗ പരിശീലിക്കാനായിട്ട് പറയും. ഇനിയും ചിലർ പറയും, യോഗയ്ക്ക് എന്തിനാ പോകുന്നത് ചോദിച്ചാൽ എൻ്റെ വണ്ണം ഒന്ന് കുറയ്ക്കാനാണെന്ന് പറയും. അങ്ങനെ പലതരത്തിൽ യോഗയെ കാണുന്നവരുണ്ട്. പക്ഷേ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും യോഗ ഉപകാരപ്രദമാവുന്നത് എങ്ങനെയാണെന്നറിയുമോ? ആർക്കെങ്കിലും അറിയുമോ? നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള അതെല്ലാം യോഗയിലുണ്ട്. ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. സീനിയർ അധ്യാപിക ശ്രീകലാസി, യോഗ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിലാണ് യോഗയുടെ ഉത്ഭവം. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അന്യനാട്ടുകാരാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൻ്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന സഞ്ജീവ് സാറിൻ്റെയൊക്കെ അതുപോലുള്ള മഹത് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലാവരും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൻ്റെ വഴിയെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നിവിടെ യോഗയുടെ പ്രാധാന്യം നിങ്ങളോട് പറഞ്ഞു തരുന്നതിനും അതിൻ്റെ ബാലപാഠങ്ങൾ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചു തരികയും പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട സഞ്ജീവ് ഗോപാലകൃഷ്ണൻ സാറാണ്. അധ്യാപകരായ ബിനു പി, വൈശാഖ് വി, ഋഷികേശ് വിജയൻ, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.